ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെറാസ് ഗ്ലോ 14. കൂട്ടുകാരെ, സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാനിപ്പൂരി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ബാ. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചാട്ട് മസാല, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ സവാള ചെറുതായി മുറിച്ചത് കുറച്ചിടുക. പൊട്ടാറ്റോയിൽ ഉപ്പ് ഇട്ടത് കൊണ്ടാണ് പിന്നെ ഉപ്പിടാത്തത്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്കതൊന്ന് മാറ്റി വെക്കാം. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, നമുക്ക് എന്താക്കണം, മല്ലിച്ചപ്പും പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയും വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം. അരിച്ചെടുത്ത് മാറ്റി അതും വെക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ പുളിവെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇവിടെ 2 ചെറുനാരങ്ങൻ്റെ നീരാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം, പാനിപ്പൂരി ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് പരത്തി തന്നെ കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു അത്. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പാനിപ്പൂരി റെഡിയായി. നമുക്കതൊന്ന് മാറ്റി വെക്കാം. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് പുളി എടുക്കുക, അത് കുതിർത്താൻ വെക്കുക. ഒരു 5-10 മിനിറ്റ് കുതിർത്തി വെച്ചതിന് ശേഷം നല്ലോണം ഞവണ്ടി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ സത്ത് ഫ്രൈ പാനിലോ അതുപോലെ നമുക്ക് അടുപ്പിൽ വെക്കാൻ പറ്റിയ, ഗ്യാസിൽ വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ആ വെള്ളമൊന്ന് ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് ഒരു 3 പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള ശർക്കര. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പുളിയാണ്. അപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ 3 പീസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ലോണം തിളപ്പിച്ച് കുറച്ച് കുറുക്കി ആ ഒരു ടൈപ്പിലെടുക്കുക. ഈ ഒരു ടൈപ്പിലെടുത്തിട്ട് അത് മാറ്റി വെക്കുക. അങ്ങനെ നമുക്ക് ഏകദേശം എല്ലാം റെഡിയാക്കി. അപ്പോൾ നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡിയായി. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്കും കമൻറ്റും തീർച്ചയായും അറിയിക്കുക. അപ്പോൾ ബൈ.